നാച്ചുറൽ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കടലമാവൊന്നും മുഖത്തിടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നോബഡി ഈസ് ഗോയിങ് ടു ലിസൺ. അത് എന്തായാലും എടുത്തു. ഐവ് ഹേർഡ് ലെമൺ അങ്ങനെയാണ്, ലെമൺ മുഖത്ത് അപ്ലൈ ചെയ്യരുത്, ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ മുഖത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടോ? അടുക്കളയിൽ ഒരു സാധനം ഇടരുത്. ഐ വുഡ് റാദർ സേ ദാറ്റ് കിച്ചണിലത്തെ കാര്യം കഴിക്കുക, അത് മുഖത്തിടണ്ട, അത് അങ്ങനെ ആക്കിക്കോളാം നമുക്ക്. അല്ല ഇപ്പോ ഈ പറഞ്ഞ പപ്പായൊക്കെ ഫേസിൽ ഇട്ടിട്ടൊക്കെ ശരിക്കും ശരിക്കും ലൈക്ക് യു ക്ലിയർലി ആസ്ക് യുവർ ഓഡിയൻസ് എത്രത്തോളാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് ഒരു മണ്ണ് എടുത്തിട്ടൊന്ന് മുഖത്തൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് ഫ്രഷ്നെസ് നമുക്ക് തോന്നും. കടലപ്പൊടിയും മഞ്ഞളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഫ്രഷ്നെസ്, ഒരു 10-15 മിനിറ്റ് ക്ലീൻ ഫീൽ, മോറോർലെ സൈക്കോളജിക്കൽ ഫീലാണിത്. ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവന് പുറത്ത് പോകുമ്പോൾ ഒരു പൗഡർ ഇല്ലാതെ പോകുമ്പോൾ ഒരു വിഷമം. ഐ തിങ്ക് അതാണ്, ആ വിഷമമാണ് അവിടെ കൂടുതലും സംഭവിക്കുന്നത്. ഇനി ശരി, ലെറ്റ്സ് സേ ഒരു 5 പേര് ക്ലെയിം ചെയ്യുന്നുണ്ട് ഞാൻ പൊട്ടാറ്റോ ജ്യൂസ് ഫേസിലിട്ടിട്ട് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ പോയി എന്നുള്ളത്. ഇഫ് യു ആസ്ക് മീ, പൊട്ടാറ്റോ ജ്യൂസ് അങ്ങനെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറിപ്പോയി, ഒരു കാറ്റലിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ കയറിപ്പോയി അതിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ പിടിച്ച് നിർത്തി പുതിയൊരു സ്കിന്നൊക്കെ വരാനുള്ളത്. യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വർക്ക്സ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഡസൻറ്റ് വർക്ക്. Okay, it doesn't work like that. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ല സ്കിന്ന്, നല്ലൊരു ക്വാളിറ്റിയുള്ള സ്കിന്ന്, നമ്മുടെ എല്ലാ റൂട്ടീനും കറക്റ്റ്, ഹോർമോണൽ ഇംബാലൻസസ് ഒന്നുമില്ല, പ്രൊഡക്റ്റും ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ കറക്റ്റ്, വല്ലപ്പോഴും ഒരു പപ്പായ മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ തൽക്കാലമൊക്കെ ഒന്ന് തോന്നുന്നതിൽ തെറ്റില്ല. ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ മേലെ ഈ ലെമണും കടലപ്പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഡാമേജിലോട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇഫ് ഐ ആസ്ക് ഒരു ഭയങ്കര നോർമൽ സ്കിൻ, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വലിയ കുഴപ്പമില്ലാത്തൊരു ഹെൽത്തി സ്കിൻ, അതിന് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ അത് മാത്രമാണ് അത്യാവശ്യം. ഒരു ഫേസ് വാഷ് ഇരിക്കട്ടെ. ഓക്കെ, ഫേസ് വാഷ് എന്തായാലും നമ്മൾ ഉപയോഗിക്കില്ല, അത് ബൈ ഡിഫോൾട്ട് വരും. ഇല്ല, വേണമെന്നില്ല, ഫേസ് വാഷും വേണമെന്നില്ല. ഇതിപ്പോൾ ഒരു ഒട്ടും മേക്കപ്പ് ഒന്നും ഇടാത്ത അങ്ങനെ ഒരു പൊല്യൂട്ടഡ് എൻവയൺമെൻറ്റിലോട്ട് അങ്ങനെ പോവാത്ത ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ ഫേസ് വാഷ് വേണമെന്നില്ല. ബട്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് പ്രത്യേക ഫേസ് വാഷുകളുണ്ട്. മേക്കപ്പ് ഇടാത്ത ദിവസം ആ ഫേസ് വാഷ് ഉപയോഗിക്കരുത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ് വാഷസ്. ദർ ആർ പണ്ടത്തെ കടലപ്പൊടി വെച്ചിട്ടും ആൾക്കാർ മുഖം കഴുകാറുണ്ട്, സോപ്പ് വെച്ചും കഴുകാറുണ്ട്. സോ ഫേസ് വാഷ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എടുക്കണം. ആൻഡ് സൺസ്ക്രീൻ ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. മോയ്സ്ചറൈസർ അഗെയിൻ ഇസ് സബ്ജക്റ്റീവ് ഫോർ മീ. ആണോ? നോട്ട് എവ്രി വൺ ഡസ് നോട്ട് റിക്വയർ മോയ്സ്ചറൈസർ എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ ആദ്യമൊക്കെ സ്കിന്ന് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൻ്റെ ഒരു റിപ്പയർ മോഡിലോട്ട് സ്കിന്ന് പോകുമ്പോൾ ചിലപ്പോൾ സ്കിന്നൊന്ന് ഓവർലി ഡ്രൈ ആവാം, ചുറ്റുമുള്ള വെള്ളമൊക്കെ ഒന്ന് സ്കിന്ന് വലിച്ചെടുത്തിട്ടായിരിക്കും സ്കിന്നൊന്ന് ഡ്രൈ ആയിട്ടായിരിക്കും സ്കിന്ന് പിന്നെ അങ്ങോട്ട് റിപ്പയർ ചെയ്ത് ശരിയാവാം. ആ സമയത്ത് ഒരു അഡീഷണൽ മോയ്സ്ചറൈസർ വേണം. പിന്നെ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് തന്നെ ഒരു ക്രീം ഫോമിലും, ഹൈലറോണിക് ആസിഡ് ഇസ് മോയ്സ്ചറൈസിങ്, അതൊരു സീറം ഫോമിലും ഒരു ക്രീം ഫോമിലും തിക്ക് കോൾഡ് ക്രീം കോൺസെപ്റ്റിലും ഒക്കെ ഉണ്ട് ഈ മോയ്സ്ചറൈസർ. നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു മോയ്സ്ചറൈസർ നമ്മളുടെ സ്കിൻ ടൈപ്പിനും നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടും സെലക്ട് ചെയ്യണം. പക്ഷേ ഒരു 27-28 വയസ്സ്, ഒരു 30 വയസ്സിന് മേലെ ഉറപ്പായിട്ടും വേണം. 20 വയസ്സായിരിക്കും അത് വേണോ എന്നുള്ളത് ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. ഓവർലി ഹൈഡ്രേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ സെറംസ് ഒരുപാട്, ഇപ്പം നേരത്തെ നമ്മൾ വൈറ്റമിൻ സി, റെറ്റിനോള്, അങ്ങനെ അത് രണ്ടുമാണ് മേജർലി കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കോജിക് ആസിഡ്, പിന്നെ എന്താ ട്രാൻസിമിക് ആസിഡ്, അതുപോലെ ഇപ്പം ഹൈലറോണിക് ആസിഡ്, നയസിനമൈഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ കേൾക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത ആൾക്കാർ പുരട്ടുന്നുണ്ട്. ഇപ്പം റെറ്റിനോളിൻ്റെ കേസിൽ തന്നെ റെറ്റിനോള്, റെറ്റിനാലിറ്റ്, റെറ്റിനോയിൻ എന്നൊക്കെ പറഞ്ഞാൽ അതും കുറേ സാധനങ്ങളുണ്ട്. ഈ ഒരു 30 കഴിഞ്ഞിട്ട് അപ്പോഴാണല്ലോ നമ്മൾ അയ്യോ നമുക്ക് പ്രായമാവുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സ്കിൻ കെയറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഒരു ബേസിക് ഈ പറഞ്ഞതുപോലെ വലിയ കുഴപ്പങ്ങളില്ലാത്ത, അങ്ങനെ വലിയ ആക്നെ പ്രശ്നങ്ങളില്ലാത്ത, ആ ഏജിങ് തുടങ്ങുന്നതേ ഉള്ളൂ സ്കിന്നിൻ്റെ. അപ്പോൾ ഒരാളുടെ ഒരു ബേസിക് സ്കിൻ കെയറിൽ, അല്ലെങ്കിൽ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്ന പോലെ വാട്ട് ഷുഡ് ബി ദർ ഇൻ മൈ സ്കിൻ കെയർ ലിസ്റ്റ്. ബേസിക് സ്കിൻ കെയറിലൊന്നും ഈ സീറംസ് ഒന്നും ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമൊന്നും. ഇപ്പോൾ വൈറ്റമിൻ സി തന്നെ, ഇതെല്ലാ സീറംസും നല്ലതുമാണ് മോശമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? ലെറ്റ്സ് സേ ഐ എം എൻ ഇൻഫ്ലുവൻസർ, ഓക്കെ, I start talking about saying that hey, this retinol is great and അടിപൊളിയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉപയോഗിച്ചാൽ രാത്രി ഉപയോഗിച്ചാൽ മറ്റേതൊക്കെ പറയും. ഇൻഫ്ലുവൻസർ നല്ല രസമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വേറൊരു ഇൻഫ്ലുവൻസർ പറയും, ലെറ്റ്സ് സേ വേറൊരു ഇൻഫ്ലുവൻസർ പറയും, ഓ ഈ ഒരു സീറം ഉണ്ട്, അതാണ് ഏറ്റവും ബെസ്റ്റ്, എന്താണ് ഇത് ഞാൻ ഉപയോഗിച്ച് 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെ ആയി എന്നൊക്കെ പറയും.
ഇത് കേൾക്കുന്നവൻ്റെ ഒരു റിസെപ്റ്റീവ് അല്ലെങ്കിൽ ഒരു നോളേജ് അല്ലെങ്കിൽ കോമൺ സെൻസോ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റിയിലാണ് ഇത് മൊത്തം വർക്ക് ചെയ്യുന്നത്. ആദ്യം കേട്ട ഇൻഫ്ലുവൻസർ രാത്രി ഉപയോഗിക്കേണ്ടതും രണ്ടാമത് ഈ പറഞ്ഞ പാർട്ടിയുടെ സാധനങ്ങൾ ഒന്നിച്ചങ്ങോട്ട് ഉപയോഗിച്ചാൽ ചിലപ്പോൾ സ്കിന്നോട് കയ്യിൽ നിന്ന് പോകും. അത് രണ്ടും ചിലപ്പോൾ ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ വൈറ്റമിൻ സിൻ്റെ കാര്യം തന്നെ, ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേവറബിൾ കണ്ടീഷന് വേണമെന്ന് പറഞ്ഞ കാര്യം തന്നെ, വൈറ്റമിൻ സി ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിൻ്റെ മേലെ ഉപയോഗിച്ചാൽ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവും. അപ്പോൾ ചിലപ്പോൾ വേറെ ടൈപ്പ് വൈറ്റമിൻ സി ഫോർമുലേഷൻ ആയിരിക്കും, സീറം ഫോമിൽ ആയിരിക്കില്ല വേണ്ടത്. അപ്പോൾ ഇത് അവനവൻ്റെ സ്കിന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ സ്റ്റേജ് ചെയ്ത് വേണം. ഇപ്പോൾ വൈറ്റമിൻ സി പ്രതിരോധ ശക്തിക്കാണ് വേണ്ടത്. അതിന് മുന്നേ ക്വാളിറ്റി കറക്റ്റ് ചെയ്തിട്ട് വേണം പ്രതിരോധ ശക്തി വെക്കാൻ. ക്വാളിറ്റി ഇല്ലാത്ത സ്കിന്നും പ്രതിരോധ ശക്തി മാത്രമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഓരോന്ന് അങ്ങനെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ നയസിനമൈഡ്, കോജിക് ആസിഡ് ഇതെല്ലാം വേണമെന്ന് വെച്ചാൽ വേണം, വേണ്ടവർക്ക് മതി, എല്ലാവർക്കും വേണ്ട. നിങ്ങൾക്കിത് വേണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു കം ആൻഡ് മീറ്റ് എക്സ്പേർട്സ് ലൈക്ക് ദിസ്. പക്ഷേ ഇതിന് വേറെ തമാശ പറയാം, എനിക്കങ്ങനെ ന്യൂട്രീഷന് ഞാനൊരു അതോറിറ്റീവ് നോളജോ അല്ലെങ്കിൽ എനിക്കൊരു ഡിഗ്രി ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ക്ലോസ്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ഗ്ലൂട്ടത്തായൻ, ഇന്ന ഭക്ഷണങ്ങളിലൊക്കെ ഗ്ലൂട്ടത്തായൻ ഉണ്ട് എന്നുള്ളതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാം, ഞാൻ ഇത്രയും ഒരു ഡോക്ടറാണ് എന്നൊക്കെ ആണെങ്കിൽ കൂടി ഞാൻ ഇൻസ്റ്റഗ്രാം കാണുമ്പോൾ എംപ്റ്റി സ്റ്റമക്കിൽ ജിഞ്ചർ ആൻഡ് ലെമൺ ഷോട്ട് കുടിക്കൂ, എംപ്റ്റി സ്റ്റമക്കിൽ ഷിയ കഴിക്കൂ, എംപ്റ്റി സ്റ്റമക്കിൽ ഇത് എന്തൊക്കെ ഞാൻ എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കും. യു അണ്ടർസ്റ്റാൻഡ്? വെരി റിലേറ്റബിൾ, വെരി മച്ച് റിലേറ്റബിൾ. ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ചിലർ പറയും ജിഞ്ചറും ലെമണും ഹണിയും കൂടെ ചേർത്ത് കഴിക്കാൻ, ചിലർ ലെമൺ വാട്ടർ വെറുതെ ഹണി ഇല്ലാണ്ട് വെറുതെ കഴിക്കാൻ പറയും, ചിലർ ചൂടുവെള്ളത്തിൽ ചിയ സീഡ്സ് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് എന്തൊക്കെ. യു അണ്ടർസ്റ്റാൻഡ്? സോ ആ കൺഫ്യൂഷൻ എനിക്കുണ്ട്. പക്ഷെ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റിനെ മീറ്റ് ചെയ്തും എൻ്റെ ബോഡി ടൈപ്പും മെറ്റബോളിസവും മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ഗട്ട് ഹെൽത്ത് മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ ഗട്ടിൻ്റെ അബ്സോർപ്ഷൻ രീതികളും എന്താണെന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റൊക്കെ റൺ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് അവർ ന്യൂട്രീഷൻ ഡിസൈൻ ചെയ്ത് തരേണ്ടത്. ഞാൻ തന്നെ അങ്ങോട്ട് ഡിസൈഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതാത് എക്സ്പേർട്സിനെ പോയി മീറ്റ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. സോഷ്യൽ മീഡിയ ഈസ് ഗുഡ് ഇൻ എ വേ ടു ഗിവ് യു അവെയർനെസ് ദാറ്റ് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും അതൊക്കെ ഒന്ന് തേടി പിടിച്ച് കറക്റ്റായിട്ട് പോയി അന്വേഷിച്ച് പറയുമോ. ഐ ഫീൽ റൈറ്റ് ഇൻഫ്ലുവൻസർ ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതൊക്കെ ഉണ്ട് നാട്ടിൽ, പക്ഷെ ഇത് ഉപയോഗിക്കണമെങ്കിൽ കറക്റ്റായിട്ട് പോയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തി തരാം, അല്ലെങ്കിൽ ഒരു കോജിക് ആസിഡ് എന്നുള്ള വാക്കിനൊക്കെ പരിചയപ്പെടുത്തി തരാം, ഇന്ന രീതിയിലൊക്കെ ഇത് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇത് പറ്റുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല, ഇതിൻ്റേതായ സൈഡ് ഇഫക്റ്റുകളുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ തമാശക്കനെ ക്ലിനിക്കിൽ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയും കേട്ടോ, നല്ലതാ ഒരു കണക്കിന് കുറേ ഇൻഫ്ലുവൻസസ് വർത്താനം പറയുമ്പോൾ ഞങ്ങളുടെ ബിസിനസ് കൂടുന്നുണ്ട്, കുറേ സ്കിന്നൊക്കെ നശിച്ച് ഇവിടേക്ക് പോരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചോദിക്കും എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഇതങ്ങോട്ട് നിർത്തിയാൽ മതി, നിർത്തി കഴിഞ്ഞാൽ തന്നെ കുറേ സ്കിന്ന് ഭേദമാവും. അങ്ങനെ ഈസ് ദ സംതിങ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ബ്ലണ്ടർ, ഇത് എന്ത് മണ്ടത്തരായി പറയുന്നതെന്ന്. കാരണം ഇത് കുറേ ഉണ്ടല്ലോ, അത് വന്ന് അതായത് ഇപ്പോൾ ഈ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ആ സ്റ്റോൺ ഉൾപ്പെടെ അതൊക്കെ ഉരച്ച് മുഖത്തൊക്കെ ഈ റീസെൻ്റ് ആയിട്ടാണ്, അതായത് എന്ത് കിട്ടിയാലും അരച്ച് മുഖത്തിടാം, എവറിത്തിങ് ഇസ് ഗുഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് വെൻ യു ആർ ഇൻ ദിസ് ഫീൽഡ് ഇത് കാണില്ല, ഇത് എന്ത് മണ്ടത്തിലൊക്കെയാണ് വിളിച്ച് പറയണേന്ന്. അങ്ങനെ ഇസ് ദ സംതിങ് ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ മണ്ടത്തരങ്ങള് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒന്നായിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം DIY മാസ്ക് ഇപ്പം വെരി റീസെൻ്റ്ലി എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ആപ്പിൾ സൈഡർ വിനീഗറും ഈശ്വര വേറെ എന്തോ ഒരു സാധനം കൂടെ എന്തോ, ഞങ്ങളെല്ലാവരും ആലോചിച്ചു അതെങ്ങനെ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആലോചിച്ചെടുത്ത് സ്കിന്ന് മൊത്തം ബേൺ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഗോഡ് ഐ കാൺട്ട് റിമെമ്പർ ദാറ്റ് ഏജൻറ്റ്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇതെങ്ങനെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരാൾക്ക് ഉപയോഗിക്കാൻ തോന്നാന്നുള്ളത്. അപ്പോൾ ഈ അടുക്കളയിലത്തെ കാര്യങ്ങൾ DIY മാസ്കുകളെല്ലാം അവനവൻ്റെ തലയ്ക്ക് തോന്നുന്ന ഒരു കോമ്പിനേഷനിൽ ഉപയോഗിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് എ ഹ്യൂജ് പെർസെൻറ്റേജ്. അത്ര ആൾക്കാരുണ്ട്. കുറേയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുക. അപ്പോൾ അത് ഒരു ബേസിക് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നാച്ചുറൽ ഹാഷ്ടാഗിൽ പെടുന്ന സാധനമാണല്ലോ, അപ്പം ഇറ്റ് സേഫ് എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും. സ്കിൻ മിത്താണത്. ഒരിക്കലും നാച്ചുറൽ കാര്യങ്ങൾ സ്കിന്നിന് മോർ ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് no, it's not right. Certain chemicals should be involved. A chemical formulated, കറക്റ്റായിട്ട് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് അളവിൽ കെമിക്കൽസ് ഇടുകയാണെങ്കിൽ it will be helpful.
കൂടുതലാവുമ്പോൾ സി ദർ ആർ കോമ്പിനേഷൻസ് ലൈക്ക് റെറ്റിനോൾ ആൻഡ് ട്രെറ്റനോയിൻ എന്നൊക്കെ പറഞ്ഞ കോമ്പിനേഷൻസ്. അപ്പോൾ ട്രെറ്റനോയിൻ ഇസ് മോർ സ്ട്രോങ്കർ ദറ്റ് റെറ്റിനോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫോർമുലേഷൻ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. അതെല്ലാം ചിലപ്പോൾ സ്കിന്നിൻ്റെ ടോപ്പ് ലെയർ ചിലപ്പോൾ ഡാമേജ് ചെയ്യാം. അതിനനുസരിച്ച് ഈ പറയുമ്പോൾ ടിഷ്യൂ ഡാമേജസ് ഒക്കെ സംഭവിക്കാം. അപ്പോൾ ഇതിനെല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ഒരൊറ്റ കാര്യമുള്ളൂ, യു ഗോട്ട് ടു കം ആൻഡ് മീറ്റ് അസ്. നിങ്ങളൊരു ഹിസ്റ്ററി ഞങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യണം. പാരമ്പര്യമായിട്ടുള്ള സ്കിന്നിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇപ്പോൾ പ്രസൻ്റ്ലി കണ്ടിരിക്കുന്ന സ്കിന്നിന് ഒരു അണ്ടർലൈങ് ഇഷ്യൂസ് ഉണ്ടോ, നിങ്ങൾ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് തെറ്റിപ്പോയതാണോ, അതോ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് നല്ല സ്കിന്നുണ്ടോ, ഈ പറയുക ഗട്ട് ഹെൽത്ത് കാരണം ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ന്യൂട്രീഷൻ ഇഷ്യൂസ് കാരണം സ്കിൻ ഇഷ്യൂസ് വരാം. ഈ ഒരു കോൺവെർസേഷൻ ഹിസ്റ്ററി ടേക്കിങ്ങിലാണ് കുറേയൊക്കെ നിങ്ങൾക്ക് സ്കിന്നിന് മനസ്സിലാവുള്ളൂ. സ്കിന്നിനെ പല ഇൻ്റർവ്യൂവിനും പറഞ്ഞിട്ടുണ്ട്, സ്കിൻ എക്സ്റേ CT MRI ഇല്ല. എനിക്ക് ഇത് മനസ്സിലാക്കിച്ച് തന്നെയാണ് നമുക്ക് ഓരോ ഏജൻസ്. നിങ്ങളുടെ കണ്ണാണ് എക്സ്റേ മെഷീൻ. ഐ തിങ്ക് ഓൾ ദി ഡോക്ടേഴ്സ് ഹൂസ് വർക്ക്ഡ് വിത്ത് മീ ദേ നോ ഇറ്റ്. എനിക്കങ്ങനെ ഹിസ്റ്ററി എടുക്കണ്ട. ഒറ്റയടിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇതാണ് സ്കിന്നിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഗട്ടാണ് അയാളുടെ പ്രശ്നം, ഇല്ലെങ്കിൽ അയാൾക്ക് തുമ്മൽ പൊടി അലർജി ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞവർ ഇന്ന ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂ ആണ്. മസ്റ്റ് ബി പറഞ്ഞവർ 15 കൊല്ലം ഈ പണി ചെയ്യുന്നു, അതിൻ്റെ ഒരു എക്സ്പെർട്ടീസ് ആയിരിക്കണം. ഡെഫിനറ്റ്ലി ദാറ്റ് ഐ ക്യാൻ റിയലി I can understand what skin type and how it works എന്നൊക്കെ ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ കടലമാവ്, ചെറുപയർ പൊടി, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പണ്ട് തൊട്ടേ നമ്മുടെ പാരൻസും കാരണവന്മാരായിട്ട് നമ്മളോട് ഉപയോഗിക്കുന്ന നല്ലതാണെന്ന് പറയുന്ന സാധനങ്ങളാണ്. അതൊക്കെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ പെട്ട് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ ഈ മസൂർ ദാൽ പൊടിച്ചിട്ട്, അരി പൊടിച്ചിട്ട്, അതൊക്കെ കൊറിയൻ സ്കിന്നിൻ്റെ സീക്രട്ട് അതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അരി ഉപയോഗിക്കുന്നത് ആളുകൾ. അത് ബ്രൈഡൽ ഗ്ലോവിന് നല്ലത്. ഇതിപ്പോൾ ഇപ്പം ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടു ബ്രൈഡൽ ഗ്ലോവിന് നല്ലതാണെന്ന് പറഞ്ഞാൽ ഓൺ എ ഡെയിലി ബേസിസ് റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്ത് അത് മുഖത്ത് വയ്ക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇതേ സാധനം ഞാൻ വേറൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിലിങ്ങനെ കണ്ടതാണ്, ഈ നാച്ചുറൽ പുറത്തുള്ള നമ്മൾ എക്സ്റ്റേണൽ ഇടുന്ന സ്ക്രബുകൾ ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ സ്കിൻ എന്നുള്ളത്. അത് വാട്ട് എവർ ഇറ്റ് ഇസ്, ഇഫ് ഇറ്റ്സ് കോഫി, ഷുഗർ, എന്താണെങ്കിലും ഇറ്റ്സ് നോട്ട് ഗുഡ് എന്ന്. ഇസ് ദാറ്റ് സോ? ട്രൂ. ഇത് സ്ക്രബിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരച്ചിൽ നമ്മുടെ സ്കിന്നിൽ വരുന്നതാണ്. അതിൻ്റെ ഒരു ബിഗർ വേർഷനാണ് ക്ലിനിക്കിൽ നമ്മൾ മൈക്രോ ഡെമാബ്രേഷൻ എന്നൊക്കെ പറയും, ഒരു അലുമിനിയം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഒക്കെ വെച്ച് ഉരയ്ക്കുന്നത്. ഈ ഉരയ്ക്കുന്ന ഡെപ്തും ഉരയ്ക്കുന്ന ഒരു ഏജൻറ്റും എല്ലാം വെച്ച് സ്കിന്നിന് വരുന്നൊരു ഡാമേജ് ഉണ്ട്. അത് സെൽഫായിട്ട് സ്കിന്നിന് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് കെയർ നിങ്ങൾക്ക് എടുക്കാൻ അറിയില്ലെങ്കിലോ, അതിനപ്പോൾ കുറേ ഡാമേജസ്, ഒരു ചെയിൻ റിയാക്ഷൻസ് പോലെ വരാം ഇഫ് യു ആർ നോട്ട് ഗൈഡഡ് റൈറ്റ്. പഴയ ജനറേഷൻ തന്നെ എൻ്റെ തൊട്ട് ഈ പറയുമ്പോൾ മദറും എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ ഒരു ജനറേഷൻ, അവരെപ്പോഴും വന്ന് തർക്കിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കാലത്ത് ഈ കടലപ്പൊടി പയറൊക്കെ ഇഷ്യൂസ് ആയിരുന്നില്ലല്ലോ, ഇപ്പം എന്താ പ്രശ്നം? ആ കാലത്ത് ഒരു ക്ലൈമറ്റ് അല്ല, ആ കാലത്ത് ഒരു ഹോർമോണൽ ഇഷ്യൂസ് അല്ല, ആ കാലത്ത് ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ല, അത്രയും കാര്യങ്ങൾ മാറി. സോ വി നീഡ് സർട്ടൻ സിന്തറ്റിക് ഫോർമുലേഷൻ ഇതിനൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ദർഫോറൈം എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഒരു ഫോർവേഡ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചസ് ആയി. എന്ന് വെച്ചാൽ നിങ്ങൾ ന്യൂട്രീഷനും കറക്റ്റ് ചെയ്യണം, ഈ കെമിക്കൽസ് വെച്ച് മാത്രം പിടിക്കരുത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കോസ്മെറ്റിക്സ് എന്നുള്ളതല്ല നമ്മൾ പുഷ് ചെയ്യുന്നത്, ലൈഫ് സ്റ്റൈലും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക.